ഗുഡ് മോർണിംഗ് സർ. ഹായ് ഡാഡി, ഹൗ ആർ യു? കാണുമ്പോഴേ ഉള്ളൂ ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ഡാഡി എന്നെ ഓർത്തോ? എന്റെ മോളെ ഓർക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവോ ഡാഡിക്ക്? അതുകൊണ്ട് ഇത്തവണ ഡാഡി ഒരു തീരുമാനത്തോടെ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഡാഡി ഇനി ലണ്ടനിലേക്ക് പോകുന്നുള്ളൂ. എന്താ ശേഖര ഇങ്ങോട്ട് വന്നില്ല? അതിന് മുമ്പേ തിരിച്ചു പോകാൻ തിരക്കായോ? ഒരു തിരക്കുമില്ല. പപ്പിക്കുട്ടിയുടെ കല്യാണം കഴിയുന്നവരെ ഇനി ഒരു പ്രോഗ്രാമും ഇല്ല എനിക്ക്. ആ യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? ഗൂഡല്ലൂർ കൊട്ടാരത്തിലുള്ളവരൊക്കെ വൈകിട്ടെത്തും, പുറപ്പെട്ടു എന്ന് വിളിച്ചറിയിച്ചിരുന്നു. വരൂ. ആ പ്രാവ് പിന്നെയും വന്നല്ല. പ്രാവ് പിന്നെയും പിന്നെയും വരും പോവും. നിങ്ങൾ അതിന് കണക്കെടുക്കണ്ട, പോയി പെട്ടി പാക്ക് ചെയ്യടാ. എനിക്ക് തനിച്ചൊന്ന് കാണണം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ എന്റെ മുറിയിൽ വരണം. ഞാൻ കാത്തിരിക്കും. ഇവളെന്താ ഇങ്ങനെ? നാളെ അവളുടെ കല്യാണം നിശ്ചയമല്ലേ? അത് കൊട്ടാരത്തിലുള്ളവർ ആലോചിക്കുന്നതല്ലേ? അവളുടെ സമ്മതമില്ലാതെ അതങ്ങനെ നടക്കും? അവളുടെ നിശ്ചയം അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവനുമായിട്ട് അവളുടെ മുറിയിൽ. നമസ്കാരം. നമസ്കാരം. വരൂ. പ്ലീസ് കം. നമസ്കാരം. വരൂ. അവളുടെ ഈ ചിരി സന്തോഷവും ഒക്കെ കണ്ടിട്ട് അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നോ ഈ കല്യാണത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെന്നോ എനിക്ക് തോന്നില്ല. പിന്നെ ഇവനോട് എന്തിനാ മുറി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് രാത്രി? അരവിന്ദ, ഒന്നുകിൽ അവൾ നിന്നെ വിഡ്ഢിയാക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഒരു ചീത്ത സ്വഭാവക്കാരി പെണ്ണാണ്. രണ്ടാമത് പറഞ്ഞതാകാനാണ് ചാൻസ്. ചിലപ്പോ ഇന്ന് രാത്രി ഇവനുമായി സംസാരിച്ചിട്ട് നാളത്തെ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെക്കാനാണെങ്കിലോ? ഒന്ന് പോടാ കരുതേ. അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അവളുടെ ഉദ്ദേശം ചീത്തയാണ്, അവൾ പ്രശ്നവുമാണ്. അതിന് നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന എന്തിന്? എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവളുടെ മുറിയിൽ ചെല്ലുമ്പോൾ അറിയാലോ അവളുടെ ഉദ്ദേശം ചീത്തയാണോ നല്ലതാണോന്ന്. എവിടെ? നീ ഇന്ന് രാത്രി ഒരുത്തിയുടെ മുറി പോത്തില്ല, ഞാൻ ഒട്ടും വിടുകയില്ല. നിനക്കെന്താണ് പ്രശ്നം? അവള് വിളിച്ചതെന്തിനാണ്? ഇവൻ പോയി അറിഞ്ഞിട്ട് വരട്ടടാ. ഒരു വീക്ക് ഞാൻ വെച്ചെന്നുണ്ടല്ലോ. നീ ഒറ്റ ഒരുത്തനാ പറഞ്ഞു പറഞ്ഞ് ഈ വിഷം മുഴുക്ക ഇവന്റെ മനസ്സിൽ കുത്തിവെക്കുന്നത്. അരവിന്ദ, നീ കിടന്നുറങ്ങാൻ നോക്ക്. പാവം കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അതെങ്കിൽ സമയം കളയണ്ടവാ. നീ ഇതെങ്ങോട്ടാ? അല്ല, ഞാനും. നീ ഇവിടെ നിന്നാ മതി. എന്നിട്ടേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ കുരുവി കരയണത് പോലെ ഇങ്ങനൊരു സിഗ്നൽ തന്നാ മതി. ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം. ഓക്കെ. എവിടെ ഒന്ന് കരഞ്ഞേ. കുരുവി കരയുന്നില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ. ഓക്കെ. ഓടി
ഒരുത്തൻ ഇങ്ങോട്ട് ഓടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? അവനെ അഴിച്ചുവിട്, എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അഴിച്ചു വിടണ ഇവരെ. നോക്കി നിൽക്കാതെ ആ തെണ്ടിയെ പിടിച്ചുകെട്ടെ. അവന്റെ കയ്യിലുള്ള ഇവനെ പിടിച്ച് കെട്ടുന്നതിന് മുമ്പ് ഇവിടുത്തെ ആ കുട്ടി തമ്പുരാട്ടി കൂടെ ഒന്ന് വിളിക്ക്. ഇവനോടൊപ്പം അവളെ തൂടി പിടിച്ച് കെട്ട്, എന്നിട്ട് മതി ശിക്ഷയൊക്കെ. നീ എന്താണ് ഞങ്ങളെ പപ്പിക്കുട്ടിയെ പറഞ്ഞത്? നിന്നെ കൊല്ലികളുടെ ആ പപ്പിക്കുട്ടി തന്നെയാ ഇവനെ വിളിച്ച് മുറിയിൽ കയറ്റിയത്. എന്നിട്ടത് വേലക്കാരി ഒന്ന് കണ്ടുപിടിച്ചപ്പം ബഹളം വെച്ച ആളെക്കുട്ടി ഇവനെ കള്ളനാക്കി. ചന്തു മതി, ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? അറിയട്ടടാ, സത്യം എല്ലാവരും അറിയട്ടെ. അവൾക്ക് നിന്നോട് എന്തായിരുന്നു? പ്രേമമായിരുന്നോ, മോഹമായിരുന്നോ, അതോ മറ്റു വല്ലതുമായിരുന്നോ? മതിയടാ, ഇവിടുത്തെ ഉപ്പ് ചോറ് തിരുന്ന നീയൊക്കെ ഇത് കേട്ടോട് നിൽക്കാലോ. അടിച്ചു ദുറുക്കി പുറത്തെറിയണമാരെ. നിൽക്കുക. അവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ പത്മിനെ ഇങ്ങോട്ട് വിളിക്കുക. എന്തിന് ഈ തെണ്ടുകൾ പറയുന്നത് തമ്പുരാൻ വിശ്വസിക്കുകയാണോ? പപ്പിക്കുട്ടി മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണിതൊക്കെ. തമ്പുരാൻ ആയിരിക്കാം, ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നതും. പക്ഷേ എന്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാ അവള്. അവളെക്കുറിച്ചുള്ള ഈ അപവാദം സത്യമല്ലെന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്, അവൾക്കുണ്ട്. ഇവനാണോ ഇന്നലെ രാത്രി കുട്ടിയുടെ മുറിയിൽ കയറിയത്? അതെ. എന്തിനായിരുന്നു? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇവനോട് രാത്രി മുറി വരാൻ പറഞ്ഞിട്ടല്ലേ ഇവൻ വന്നത്? കള്ളം, പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറയുന്നതാണോ കള്ളം? ഷോക്കടിച്ച് ചാകാൻ തുടങ്ങിയപ്പം ഇവൻ വന്ന് ജീവൻ രക്ഷിച്ചത് കള്ളമാണോ? ഇവനെ എല്ലാരും കൂടെ തല്ലിച്ചയച്ചപ്പം ഇവനോട് മാപ്പി വെച്ചതും അടുപ്പം കാണിച്ചതും ഒക്കെ കള്ളമായിരുന്നോ? അന്ന് മടങ്ങി പോകാൻ ഒരുങ്ങി ഇവനെ പിന്നെ എന്തിനാ തമ്പുരാട്ടി പിടിച്ചു നിർത്തിയത്? ഇവനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചതും ഒപ്പം ആടിയതും പാടിയതും ഒക്കെ പിന്നെ എന്തിനായിരുന്നു? ഒന്നും വേണ്ട. ഈ മോതിരം ആരുടേതാ? കൊച്ചു തമ്പുരാട്ടിയുടേതല്ലേ? പിന്നെ എങ്ങനെ ഇത് ഇവന്റെ വിരലിൽ വന്നു? പറ, ഇത് തമ്പുരാട്ടി ഇവന് കൊടുത്തതല്ലെങ്കിൽ അങ്ങോട്ട് പറ. എന്നിട്ടിപ്പോ ഒന്നും അറിയില്ല പോലും. മനസ്സുകൊണ്ട് നിങ്ങളുടെ മകന്റെ ഭാര്യയാകാൻ ഒരുങ്ങുമ്പോഴും മറ്റൊരുത്തിനു വേണ്ടി കഥവും തുറന്നിട്ട് കാത്തു കിടന്നു ഈ ചീപ്പ് തേർഡ് റൈറ്റ്. മതി, ഇനി കൂടുതലൊന്നും പറയുകയും വിശദീകരിക്കുകയും വേണ്ട. ഉണ്ണീഷ, എന്തോ
ഉടനെ തന്നെ എല്ലാവരും പുറപ്പെടാൻ തയ്യാറാവുക. ഈ വിവാഹാലോചന നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാരും വേഗം ഇറങ്ങുക, നമ്മൾ പുറപ്പെടുകയാണ്. യാത്ര പറയേണ്ട പോണത് മര്യാദകേടായതുകൊണ്ട് മാത്രം പറയുക. ഞങ്ങൾ ഇറങ്ങണു. എന്താ എന്ത് പറ്റി? അയ്യോ, ചേട്ടൻ എന്ത് പറ്റി? അങ്ങോട്ട് മാറി നിൽക്ക്. സുന്ദരേശ, വണ്ടി എടുക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നോക്കി നിൽക്കാതെ പിടിയടാ. കല്യാണ വീട് മരണ വീടാവുന്നതിന് മുമ്പ് സ്ഥലം വിടാം. നിക്ക്. കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ നടക്കുന്ന നീ ഈ നിമിഷം മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് നീ, അല്ലെങ്കിൽ നിന്റെ കൈകൊണ്ട് അവൻ.